ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നിരിക്കുന്നത് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ അപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്ക് എന്തോരം പഞ്ചസാരയാണ് വേണ്ടത്, എന്തോരം മധുരം ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് നല്ല ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. മധുരം നമുക്ക് എന്തോരം മധുരം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മാവൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഈ കളറ് മാറി നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ പകുതിയാണ് ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ അതേ സെയിം പാത്രത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കുക. ഏത്തപ്പഴത്തിൻ്റെ അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സാധാരണ ചോറ് നമ്മൾ കഴിക്കണ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഇത്തിരി നെയ്യൊന്ന് തടവി കൊടുക്കാം. നെയ്യൊക്കെ തടവിയിട്ട് അതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങാക്കൊത്തും നമുക്ക് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇഡ്ഡലി ചെമ്പ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവിൻ്റെ മിക്സ് നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാൻ ഏകദേശം ആ പ്ലേറ്റിൻ്റെ 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയുടെയൊക്കെ കൂടെ കഴിക്കുന്നത് സൂപ്പറായിട്ടാണ്. നല്ല പഞ്ഞി പോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്.